അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഓട്ടം പോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങിയേക്കുന്നത് ഒരു വിൻ്റർ വാക്കിനാണ്. വിൻ്റർ വാക്കിന് ഇറങ്ങിയേക്കുന്നത് രാത്രിയാണെന്ന് വിചാരിക്കേണ്ട, ഇത് പകൽ തന്നെയാണ്. പകലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5:30 സമയം. പക്ഷേ ഇരുട്ട് നോക്കിയേ, ഒരു 4 മണി മുതൽ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നല്ല ഇരുട്ടാണ് ഇവിടെ. വിൻ്റർ ആവുമ്പോൾ അതുപോലെ സ്പ്രിങ് ആവുമ്പോൾ ഇവിടെ സമയം മാറുകയും ചെയ്യും. അപ്പോൾ ഒരു ഒക്ടോബറിൻ്റെ മുന്നേ ഇപ്പോൾ 5:30 എന്നുള്ളത് 6:30 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു മണിക്കൂർ പുറകിലേക്ക് പോയിട്ട് ഇന്നിപ്പോൾ ഇവിടെ 5:30 അപ്പോൾ ഞാനിന്ന് ഇറങ്ങാനായിട്ടുള്ള മെയിൻ ഉദ്ദേശം വീടുകളിലത്തെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ഞങ്ങളുടെ വില്ലേജിലെ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ക്രിസ്മസ് ടൈമിൽ ഒരുവിധം വീടുകളിലൊക്കെ അവർ ലൈറ്റ്സ് ഇടും. ആ അകലെ കാണുന്നത് ഫുട്ബോൾ ടർഫാണ് കേട്ടോ. തണുപ്പായാലും എന്ത് വെതറായാലും ഇരുട്ടായാലും കുട്ടികളവിടെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്ത് ടെന്നീസ് കോർട്ട് ഉണ്ട്, അവിടെ ആൾക്കാർ കളിക്കുന്നുമുണ്ട്. അവിടെ കുറച്ച് ലൈറ്റുകൾ കാണുന്നതൊക്കെ വീടുകളുടെ ലൈറ്റുകളാണ് കേട്ടോ. വീടിൻ്റെ ലൈറ്റ് ഉണ്ടാവും, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും, അതൊക്കെയാണ്. പിന്നെ ഇവിടെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു ബിൽഡിങ്ങിൽ, അത് ഇവിടുത്തെ ഒരു സോഷ്യൽ ക്ലബ് എന്ന് പറയുന്ന സ്ഥലമാണ്. മൂണുണ്ട് അവിടെ, പക്ഷെ ക്ലൗഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഒരു ഇത്തിരി ഇങ്ങനെ അധികം തെളിച്ചത്തോട് കൂടിയല്ല കാണുന്നത്. ഫോഗാണോ? ഫോഗൊന്നുമല്ല, ക്ലൗഡാണ്. താഴെയൊന്നുമില്ല, ഫോഗൊന്നും കാണാനില്ല. ഞാനും എല്ലാം കൂടിയാണ് ഇന്ന് നടക്കാൻ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. വൈകുന്നേരം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇങ്ങനെ രാത്രി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വലിയ തണുപ്പില്ലാത്ത ദിവസമാണ്. 11 ഡിഗ്രിയോളം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിസംബറിൻ്റെ ഒരു ഫീലിംഗ് വരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ 11 മണിക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു തണുപ്പില്ലേ, ആ ഒരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ജാക്കറ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഹാറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വില്ലേജിൻ്റെ ക്രിസ്മസ് ട്രീയും അതുപോലെ ചെറിയ ഒരു 2 ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട് ലാമ്പ് പോസ്റ്റിൻ്റെ മുകളിൽ. അതാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളതാണ്, ഇവിടെ എങ്ങനെയൊന്നും ഉണ്ടാവാറ്. ഇത് കണ്ട, ഒരു ക്രിബ് ഉണ്ടാക്കി വെച്ചേക്കണേ വുഡ് കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ആരോ ആർട്ടിക്രാഫ്റ്റി പേഴ്സൺ ചെയ്തിട്ടുള്ളതാണ് ഇത്. ആട്ടിടയന്മാർ, ആടുകൾ, മേരി, ഉണ്ണീശോ, ഓസേപ്പ്, ഇവിടെ 3 കിങ്സ്. ഈ വീട് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അവിടെ മെറി ക്രിസ്മസ് എന്നൊക്കെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് വാളിൻ്റെ മുകളിൽ. താഴെയും ഒക്കെ നല്ല ഭംഗിയായിട്ട് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഈ പുക പോകുന്നത് കാണാനില്ലേ, അത് ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഇട്ടതിൻ്റെ വെൻ്റെന്ന് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ എക്സോസ്റ്റ് എന്നാണ് ഈ പുക വരുന്നത്. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് അത് പുകയായിട്ട് പോകണം. ഈ വീട് നോക്കി കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രീയുടെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഫ്രണ്ടിലുള്ള ഫെൻസിൻ്റെ മുകളിലിട്ടുണ്ട്, വീടിൻ്റെ മുകളിലിട്ടുണ്ട്. സ്നോമാൻ, നട്ട് ക്രാക്കർ, എല്ലാറ്റിൻ്റെയും ഇൻഫ്ലേറ്റബിൾ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ആ വീടിൻ്റെ മുകളിൽ ഒരു പ്രൊജക്ഷൻ ചെയ്ത് സ്നോമാൻ, ക്രിസ്മസ് ട്രീ, അങ്ങനെ വിൻ്റർ തീംഡ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് ഈ വീടിൻ്റെ ഡെക്കറേഷൻ. ഈ തണുപ്പത്തും ഇരുട്ടത്തൊക്കെ ഇങ്ങനത്തെ വീടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നോക്കി, ക്രിസ്മസ് ട്രീ ഉണ്ട്, ക്രിബ് ഉണ്ട്, സ്നോമാൻ ഉണ്ട്, സാൻഡി ഉണ്ട്, നട്ട് ക്രാക്കർ ഉണ്ട്, റെയിൻഡിയർ, സാന്റാ സ്ലേ. ഇത് നല്ല കാര്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഇങ്ങനെ കാര്യമായിട്ട് ഡെക്കറേഷൻസ് ചെയ്യണവരൊക്കെ അത് എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ എടുക്കാനായിരിക്കും കേട്ടോ ചെയ്യണത്. കുറച്ച് പേര് അവരവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യണതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ വായിച്ചു നോക്കിയപ്പോൾ ഇവരുടെ ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അവർക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ പൈസ ഡൊണേഷൻസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ വൈറ്റ് ലൈറ്റ്സ്, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ സെയിം ഡിസൈൻ തന്നെ, പക്ഷേ ഗോൾഡൻ ലൈറ്റ്സ്. അവിടെ വെടിക്കെട്ട് പൊടണ പോലെയാണ് ലൈറ്റ് കത്തുന്നത്. അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഈ മഴ പെയ്യുന്ന പോലെ ഡ്രിപ്പിംഗ് ആയിട്ട് ഒരു ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. അവിടെയും ഇൻഫ്ലേറ്റബിൾ സാൻഡയും സ്നോമാനും ഉണ്ട്. കണ്ട ക്രിസ്മസ് ട്രീൻ്റെ ലൈറ്റ് അവരവർക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധം വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാരണം നമുക്ക് വിൻ്ററിൽ ഇതൊരു ഭയങ്കര ആശ്വാസമാണ് ഇങ്ങനെ ലൈറ്റുകൾ കാണുന്നത്. അവിടെ അകലെ ഒരു വലിയ ട്രീ അവർ ക്രിസ്മസ് ട്രീ ആക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നീ കണ്ട ആ വീട്ടിൽ അവർ നല്ല അടിപൊളിയായിട്ടൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മരമാണ് അവരുടെ ഗാർഡനിൽ നിൽക്കുന്ന ഒരു മരം. അത് അവർ ക്രിസ്മസ് ട്രീ ആക്കി ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഫുള്ള് മുകളിൽ ഒരു സ്റ്റാർ പോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സ്റ്റാറുകൾ കണ്ടില്ല അല്ലേ? ഇത്ര നേരമായിട്ട് ഇങ്ങനെ ലൈറ്റ്സ് അല്ലേ കണ്ടുള്ളൂ. സ്റ്റാർ ഇടല്ല ഇവിടെ അത്ര കോമൺ അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലാവരും സ്റ്റാറാണല്ലോ ഇടുന്നത് ക്രിസ്മസിന്. ഇവിടെ ഇവരിങ്ങനെ ലൈറ്റും ക്രിസ്മസ് ട്രീസും ഒക്കെയാണ്. ഇങ്ങനെ പുറത്ത് ചെയ്യുന്നത് ക്രിസ്മസ് ട്രീ ഭയങ്കര റെയറാണ്. ഇതിപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു മരം ഉള്ളതുകൊണ്ട് അവർ അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ ആൾക്കാർ വീടിൻ്റെ അകത്താണ് ക്രിസ്മസ് ട്രീ വെക്കുന്നത്. അത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രീ വാങ്ങിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ട്രീ നമ്മൾ ആൾക്കാർ വെട്ടിക്കൊണ്ടുവന്നിട്ട് വിൽക്കും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് വെക്കാം. എന്ത് രസമാണ് കാണാൻ. കാര്യം മൊത്തം എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കഴിഞ്ഞ കൊല്ലം നമ്മൾ സ്മിതാസ് ചാനലിൽ ലോകത്തിലത്തെ പല പല സ്ഥലങ്ങളിലത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസും ലൈറ്റ്സും ഒക്കെയല്ലേ കണ്ടത്. അപ്പോൾ ഈ വർഷം നമുക്ക് ഞങ്ങളുടെ ലോക്കലായിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാം. എന്താ അവരൊരു ലൈറ്റ് കൊണ്ടുള്ളൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കണ്ടതിൽ ഏറ്റവും അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻ ഇവരുടെ വീട്ടിലാണ്. പാട്ടൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേഷൻ.